ഹലോ ഫ്രണ്ട്സ്, വെറും 2 മെറ്റീരിയൽ കൊണ്ട് നമ്മുടെ മക്കളുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യിച്ചാലോ? ഓക്കെ, ഇപ്പോൾ പഠിക്കാൻ തീരെ പുറകോട്ടാണ്, മാത്സിനൊക്കെ ഭയങ്കര കെയർലെസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നിനും ഒട്ടും സ്പീഡില്ല, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ളൊരു ചെറിയ ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം. രണ്ടാമത് വേണ്ടത് ഒരു പേപ്പറും ഒരു പെന്നും. പെന്നാവാം, പെൻസിലാവാം. ഓക്കെ, അപ്പോൾ പേപ്പർ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു പേപ്പർ കാണിച്ചു തരാം. ഇതൊരു സാധാ പേപ്പർ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, ഇംഗ്ലീഷ് ആണിത്. ഇതിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ മാജിക് ഫോട്ടോ, അങ്ങനെയുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പോകണമെന്ന് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഇത് പിടിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു കാര്യം പറഞ്ഞു, ഒരു മൊബൈൽ വേണം കേട്ടോ. നമ്മൾ ടൈം നോക്കാനായിട്ട് ഒരു മൊബൈലോ വാച്ചോ എന്തായാലും മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇംഗ്ലീഷിൽ വവ്വൽസ് കാണാം. AEIOU വവ്വൽസ്. ഓക്കെ, ഈ വവ്വൽസിൽ ചിലപ്പോൾ നമ്മൾ എ ഉണ്ടല്ലോ, 2 വവ്വൽസ് നമ്മൾ എടുക്കുക. അതിൽ എ എടുക്കുക, ഇ എടുക്കുക, അല്ലെങ്കിൽ ഐ എടുക്കുക, ഓ എടുക്കുക. എന്നിട്ട് നമ്മളൊരു ടൈം സെറ്റ് ചെയ്തിട്ട് മക്കളോട് പറയാം, ഞാൻ നിനക്ക് ഇന്ന സാധനം തരാം. കാരണം ആദ്യമൊക്കെ നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും. ഒന്നാമത് മടിയുള്ള കുട്ടികളിനകത്ത് പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ മടി നമുക്ക് മാറ്റണം. അതിന് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? മോനെ നമുക്ക് പഠിക്കണ്ടേ, പഠിച്ചാലല്ലേ അങ്ങനെ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പകരം എന്താ പറയുക, നമുക്കിതൊരു ഗെയിം പോലെ നമുക്കിത് ചെയ്യാം. നമ്മളൊരു ഗെയിം ചെയ്യാൻ പോവാണ്. നീ ഇത്ര നിമിഷം, ഇത്ര 15 മിനിറ്റ്സ് കൊണ്ട് നീ എനിക്ക് ഈ പേജിലുള്ള മാക്സിമം എയും ഇയും കട്ട് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം. ഓക്കെ, അപ്പോൾ ആ ഗിഫ്റ്റിന് വേണ്ടിയിട്ട്, അപ്പോൾ വളരെ ചിലപ്പോൾ ഒരു മിഠായി ആയിരിക്കാം. ഓക്കെ, ആ ഗിഫ്റ്റിന് വേണ്ടി കുട്ടി അത് ചെയ്യും. പിറ്റേ ദിവസം എടുക്കുക. അപ്പോൾ പിറ്റേ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റോറി പറഞ്ഞു തരാമെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇച്ചിരി അരമണിക്കൂർ കളിക്കാൻ തരാമെന്നോ, അങ്ങനെ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു ദിവസം കൊടുത്ത സാധനം പിറ്റേ ദിവസം കൊടുക്കരുത്. അതങ്ങനെ മാറ്റി വരിക. വന്നിട്ട് ഇതിൻ്റെ അത് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സെയിം ടൈം തന്നെ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഞാൻ ഇന്ന് 5 to 5:30 വരെ ആയിരിക്കുന്നതെങ്കിൽ ആ സെയിം ടൈം ഒന്ന് കീപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് പഠിക്കാനിരുത്തുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു എവിടെയാണോ ഇരിക്കുന്നത് ആ പൊസിഷനിൽ ഇരിക്കുക, ആ സ്ഥലത്ത് ഇരുന്ന് ആ റൂട്ടീൻ നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് ഇതിനകത്ത് മെയിൻ വേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുട്ടി ചെയ്ത് തുടങ്ങി, അവൻ ഇതിൻ്റെ ബിഹേവിയർ ആയി എന്നല്ല, ഇത് അവൻ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ സ്ലോലി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിവാർഡിൻ്റെ ഇത് കുറച്ച് വരിക. ഇത് കുറച്ചുകൊണ്ടിരിക്കുക. അത് ഇല്ലാണ്ട് തന്നെ കുട്ടി അത് ചെയ്യാനായിട്ട് ശീലിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടൈമും നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. 15 മിനിറ്റ് എന്നുള്ള 16 മിനിറ്റ് ആക്കാം. ഒറ്റയടിക്ക് 1 മണിക്കൂറൊന്നും കൊടുക്കരുത്. കൊടുത്ത് വരുമ്പോഴേക്കും ഇതാവുക. പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടുക. മനസ്സിലായോ? ഇപ്പം ഞാൻ നിനക്കിന്ന് 15 മിനിറ്റിൽ നീ എയും ചെയ്യുവാണെങ്കിൽ നാളെ നീ 14 മിനിറ്റ് ഇത്ര പേജ് കൊടുക്കുക. അങ്ങനെ സ്പീഡ് ചെയ്യാനുള്ള സ്പീഡ് കൂട്ടി ടൈം കുറച്ച് വരിക. ഓക്കെ, അതാ ഉദ്ദേശം. എന്നിട്ട് നമ്മൾ പഠിപ്പിക്കാനിരുത്തുക. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ നോക്കണം, നമ്മൾ എ ആണ്. എ കട്ട് ചെയ്തു, ഓ കട്ട് ചെയ്തു, അടുത്തത് നമ്മൾ നോക്കുക, എ കട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ്. ഒത്തിരി ടെക്നിക്സ് ഉണ്ട്, പക്ഷേ ഇത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത ദിവസം വേറെ ഒരു ടെക്നിക്കും കൂടി പറഞ്ഞു തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പിന്നെ ഇത് എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്നും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. മെസ്സേജ് ചെയ്യുകയോ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണേ. താങ്ക് യു.